ഹായ്, ഞങ്ങൾ ചക്ക വേവിക്കാനായിട്ട് പോവാണ്. അപ്പം ചക്കയ്ക്ക് വേണ്ടിയിട്ട് തേങ്ങ, അതിൻ്റെ മണ്ടയ്ക്ക് അല്പം ജീരകം ഇട്ടിട്ടുണ്ട്, കാന്താരിമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും കാര്യങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടേച്ച് ഇതൊന്ന് ചതച്ചേച്ച് തരാം. ചക്കയുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. കുക്കറിലാണ് ചക്ക വേവിക്കുന്നത്. ചക്ക വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ചക്കയാണ്, വെന്ത് കഴിയുവാണെങ്കിൽ നല്ല രുചിയാണ് ഈ ചക്ക കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ അത് വെന്ത് കഴിഞ്ഞ് നമുക്ക് അരപ്പിൻ്റെ അകത്തേക്ക് ചേർക്കണം. അപ്പോൾ ചക്കയ്ക്ക് ചതയ്ക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം കേട്ടോ, ഇത്തിരി ഏറെ കറിവേപ്പില ഇടണം. നല്ല ടേസ്റ്റാണ് കറിവേപ്പിലയുടേത്. പിന്നെ എരിവ് പ്രശ്നമില്ലാത്തവർക്ക് ഇച്ചിരി ഏറെ കാന്താരി ഇട്ടാലും കുഴപ്പമില്ല. ഇവിടെ ഞങ്ങൾക്ക് ഇച്ചിരി എരിവ് പ്രിയമാണ്, എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് അത്ര എരിവ് പോരാ, അമ്മയ്ക്ക് അത്ര എരിവ് വേണ്ട. അതുകൊണ്ട് ഞങ്ങളൊരു ഏകദേശം ഒരു കണക്കിനാണ് ഇവിടെ കാന്താരി ചേർക്കുന്നത്. ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അരപ്പൊക്കെ അമ്മ ചേർത്തു, ഒന്ന് ഇളക്കിയിട്ട് ഇനി ആ പച്ചമണത്തിന് പോകാനായിട്ട്, പച്ചരുചി മാറാനായിട്ട് അത് അടച്ച് വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കുക. ചക്കയ്ക്കകത്തെ പ്രധാന കാര്യമാണ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് വെളിച്ചെണ്ണ ഒഴിക്കുക. നല്ല പച്ച വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിക്കണം കേട്ടോ. നന്നായിട്ട് ഒഴിച്ചിട്ട് അവനെ നന്നായിട്ട് പുരട്ടിയെടുക്കണം. ഇനി അമ്മ അത് കഴിഞ്ഞതിന് ശേഷം അതിന് മണ്ടയ്ക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാറുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഞാൻ ചെന്ന് ടേസ്റ്റ് നോക്കിയായിരുന്നു കേട്ടോ. ആ കാന്താരിമുളകിൻ്റെയും കറിവേപ്പിലയുടെയും ഒക്കെ നല്ല ടേസ്റ്റ് വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, നോക്കിക്കേ, നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇവനെ അങ്ങോട്ട് കഴിച്ചാൽ മതി. അപ്പോൾ ഞാൻ പിന്നെ വീണ്ടും വരാം ഇതുപോലെയുള്ള കാഴ്ചകളുമായിട്ട്. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. ടാറ്റ, ബൈ ബൈ, സീ യു.